കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നേതാവാണ് ശശി തരൂർ. വിശ്വപൗരൻ എന്ന വിശേഷണം ഇന്ത്യൻ പൊതുസമൂഹം തരൂരിന് ചാർത്തി കൊടുക്കുമ്പോഴും കോൺഗ്രസിലെ പല നേതാക്കൾക്കും അത് അത്ര പിടിക്കുന്നില്ല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തരൂരിന് വേണ്ടത്ര പരിഗണന കോൺഗ്രസ് നൽകുന്നില്ല എന്ന പരാതി കാലങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നീരസം പല രീതിയിലും പൊതുവേദികളിൽ തരൂർ പ്രകടിപ്പിക്കാറുണ്ട്. അതിന് മാധ്യമ ശ്രദ്ധ വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിനെ പുകഴ്ത്താൻ കിട്ടാറുള്ള അവസരങ്ങൾ തരൂർ പാഴാക്കാറില്ല. ഈ അവസരം CPM പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിൽ നിന്നുള്ള ഒരു MP BJP ചേരുമെന്ന ഒരു വാർത്ത വന്നിരുന്നു. പലരും ആ ലിസ്റ്റിൽ ശശി തരൂരിനെയും ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം CPMന്റെ വികസനത്തെ പുകഴ്ത്തിയെത്തിയ തരൂരിനെ കോൺഗ്രസിന്റെയും UDFന്റെയും മുതിർന്ന നേതാക്കൾ പരസ്യമായി വിമർശിച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാർ എല്ലാ മേഖലയിലും പരാജയമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മൂന്നാമതൊരു തുടർച്ച ഉണ്ടാകില്ല എന്നാണ് നേതാക്കളും അണികളും വിശ്വസിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് തരൂരിന്റെ പുകഴ്ത്തൽ എന്നത് വളരെ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്. തരൂരും ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര. കോൺഗ്രസിൽ കസേര മോഹികളായി അരഡസനിലേറെ നേതാക്കളുണ്ട്. ആ സാഹചര്യത്തിൽ തരൂരിന് ചാൻസ് ലഭിച്ചേക്കില്ല. പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് ശശി തരൂരിനെ മുന്നിൽ നിർത്തി LDF വോട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മൂന്നാം LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത രാഷ്ട്രീയ നേതാക്കൾ കാണുന്നു.